അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ചിലരുടെ ബുദ്ധി പിൻബുദ്ധി എന്ന് പറയില്ല, അതാണിത്. അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അത്ര ഈ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ കൊലപാതകമാണെങ്കിൽ കൊലപാതകം ചെയ്ത് പരിചയമുണ്ടോ ചോദിക്കണം. അതിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും അത് ചെയ്തിട്ട് പരിചയമുണ്ടോ ചോദിക്കണം. എന്ത് ലോജിക്കാണിത്? ബസ് കയറി അബ്യൂസ് നമുക്കറിയാം, പക്ഷെ വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് നമുക്ക് അറിയൂല. ഇനി ബാക്കിയുള്ള വിഷയമാണ് വിഷയം. നിങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പൊ പറഞ്ഞുതരും, ക്ഷമിക്കൂ, ഇപ്പൊ പറഞ്ഞുതരും. ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടി എന്ന് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ചാച്ചു ഒരു ചേച്ചിയുടെ കിളി പോയിട്ടുണ്ട്. ആ ചേച്ചി ഇങ്ങനെ ഫ്രീസ് ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ടാണ് സാറ് പറഞ്ഞ ബാലേന്ദ്ര മേനോൻ സാർ കോടതിയിൽ പോയി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ആണിനും അഭിമാനം ഉണ്ടെന്ന്. 11 പേർക്കെതിരെ, വേറൊരു പെൺകുട്ടി 14 പേർക്കെതിരെ ഡിനൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഉള്ളതാണ് പറയുന്നത്. ഉള്ളത് പറയുമ്പോൾ അത് ഡിനൈ ചെയ്തിട്ട് കാര്യമില്ല. ആണിനും അഭിമാനമുണ്ട്, അതാണ് സാരം. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക എല്ലാവരും. വ്യാജ പരാതികൾ എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഇന്നലെ പൊളിച്ചടിക്കുന്നുണ്ട്. ഇദ്ദേഹമായിട്ട് വളരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞത് ആണിന് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ ഡയലോഗ് അത് ഒന്നൊന്നര ഡയലോഗാണ്. അത് വസ്തുതയാണ്. അതാണ് ഇതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. ഒരു ജീവൻ പോയി എന്നിട്ടും അതിന് നമുക്കൊരു വാലിഡേഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതികേടാണ്. അതുണ്ടാവാൻ പാടില്ല ഈ സമൂഹത്തിന്. നന്ദി, നമസ്കാരം.